ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ഉണ്ട് സിംഗപ്പൂരിൻ്റെ. ഒരു എൻ്റർടൈൻമെൻറ്റിൽ മാത്രമായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐലൻഡാണ്. അതിലാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാപ്പാണ് ഫസ്റ്റ് കണ്ടത്. അതിൻ്റെ പേരാണ് സെൻതോസ ഐലൻഡ്. ഓക്കെ, അപ്പോൾ ആ ഐലൻഡ് അവർ മാക്സിമം എന്താ പറയുക ടൂറിസത്തിന് വേണ്ടി മാത്രം ചെയ്തിരിക്കും. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ എൻട്രൻസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഓരോരോ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ അതിൽ എല്ലാത്തിലും ഓരോരോ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ എന്താ പറയുക ഷോകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സ്ഥലത്തും ഇതുപോലുള്ള ഷോകൾ കാണാം, പല സമയത്താണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അവിടെ നിന്നത് കാണാതെ ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അത് അത്രയും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഷോകളാണ്. അപ്പോൾ ഒരു ഫുൾ ഡേയുടെ എൻട്രി ഫീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും യൂണിവേഴ്സൽ സ്റ്റുഡിയോ കവർ ചെയ്ത് തീരില്ല. കാരണം എല്ലാ റൈഡുകളും നമുക്ക് ഫ്രീ ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ എല്ലാ റൈഡുകളിലും എല്ലാ ഷോകളിലും കയറി കഴിയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതും കുറച്ച് നല്ല തിരക്കുണ്ട്. അപ്പോൾ നല്ല ക്യൂ ഒക്കെ നിന്നിട്ട് വേണം കിട്ടാനായിട്ട്. ഫസ്റ്റത്തെ ഒരു ഷോ ഇതായിരുന്നു. ഒരു കിഡ്സിൻ്റെ ഒരു ഷോ ആണ്, റൈഡാണ്. ഒരു എന്താ പറയുക സ്പേസിൽ കൂടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാം നല്ല 3D എഫക്റ്റായിട്ട് നല്ല ഒരു ഷോ ആയിരുന്നു. അടുത്തത് നമ്മളുടെ കുറച്ച് സ്കെയറി ആയിരുന്നു, ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ അത് 3Dയോ 4Dയോ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വേണം. പിന്നെ നമ്മൾക്ക് ഈ റൈഡുകളുടെ അകത്തേക്ക് പോകുമ്പോൾ ഒന്നിലും നമുക്ക് മൊബൈലോ ഒന്നും നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റില്ല. അതൊക്കെ എല്ലാതും പുറത്ത് ലോക്കറുണ്ട്, അതിൽ വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്കെയറി ആയിരുന്നു, പക്ഷേ ഭയങ്കര നല്ല ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ റൈഡിലും നമ്മൾ കയറി. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മമ്മി എന്ന് പറഞ്ഞിട്ടൊരു റൈഡ് ഉണ്ട്. അതും കൂടെ അതും കുറച്ച് ഇതാണ്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല. പിന്നെ നമ്മൾ ഇതൊരു നല്ലൊരു ഷോ ആയിരുന്നു. നമ്മൾ കുറേ നേരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മ്യൂസിക്കും എല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ റോളർ കോസ്റ്റർ കയറി കഴിഞ്ഞപ്പോൾ അതോടുകൂടെ എല്ലാവരും ക്ഷീണിച്ചു. അത് ലാസ്റ്റാണ്. ഓൾമോസ്റ്റ് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കയറിയത്. അതോടുകൂടെ എല്ലാവർക്കും ആകെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എനിക്ക് തോന്നുന്നു പിള്ളേർ ട്രിപ്പിന് പോയപ്പോൾ ഒക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാനും ദേവൂട്ടനും 2 എണ്ണത്തിൽ കയറിയില്ല, ഒരെണ്ണത്തിലേ കയറിയുള്ളൂ. ബാക്കി അവർ 3 പേരും 2 എണ്ണത്തിലും കയറി. പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലാണെങ്കിൽ ഓരോ ഏരിയ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പല പല ഏരിയ. ഇതൊരു ന്യൂയോർക്ക് സിറ്റി, അങ്ങനെ ഓരോ ഏരിയയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഇംഗ്ലീഷ് കൺട്രിയിൽ പോയ ഒരു രീതിയിലാണ് അവർ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങൾ അവിടെയുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് പറയണത് ഇതുപോലെ നമ്മൾ കുറേ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാ ഷോകളും നടക്കുമ്പോൾ. പിന്നെ ഒരു ഡോങ്കി ഷോ നമ്മൾക്കുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, എടുത്തു പറയാനാന്ന് വെച്ചാൽ ഓർക്കണേ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലെ 2 ദിവസമെങ്കിലും നമ്മൾക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ മാത്രം കവർ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇതൊരു 7:30 ആകുമ്പോൾ ക്ലോസ് ആക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം അടിച്ച് പൊളിച്ച് നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.